ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഒരുപാട് പ്രശ്നങ്ങളാണല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അനുമോൾ ഉന്നയിച്ച ആ ഒരു ആരോപണം. ഞാൻ ഇനി അതിന്റെ വേറൊരു പേഴ്സ്പെക്റ്റീവാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു വിഷയം നടക്കുമ്പോൾ എല്ലാ സാധ്യതകളെക്കുറിച്ചും തീർച്ചയായിട്ടും സംസാരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വേറൊരു സാധ്യത കൂടി നമുക്ക് സംസാരിക്കാം. ശരിക്കും അനു ട്രാപ്പിലായതാണോ? ഇന്നലെ നടന്ന സംഭവങ്ങൾ അനു എന്ന് പറയുന്ന ഒട്ടും ചിന്തിക്കാതെ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമാണ്. ബ്രില്യൻ്റ് ആയിട്ട് ആലോചിച്ച് ഗെയിം കളിക്കണം. അനു എന്ന് പറയുന്നത് അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളേ അല്ല. ആ അനുവിനെ ഈസി ആയിട്ട് വൈൽഡ് കാർഡുകളും ഒപ്പം നിൽക്കുന്നവരും ചേർന്ന് ട്രാപ്പിലാക്കിയതാണെങ്കിലോ? ആ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിന് കാരണങ്ങളുണ്ട് കേട്ടോ. വൈൽഡ് കാർഡ് വരുന്ന ദിവസം വരെ അനുമോള് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് എപ്പോഴെങ്കിലും ജിസയിലും ആര്യനും കിസ് ചെയ്തതായിട്ടോ മോശമായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ടോ പറഞ്ഞിട്ടുണ്ടോ? ചെറിയ ചെറിയ അസൂയ കുശുമ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്ട്രോങ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ബിഗ് ബോസ് വീട്ടിലെ പലർക്കും, അനുമോൾക്ക് മാത്രമല്ല, അഭിലാഷിന്, ഷാനവാസിന്, എന്തിന് അക്ബർ ഉൾപ്പെടെ പലർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈവിലൊക്കെ ഇവർ പലപ്പോഴും അപ്പാനി അക്ബർ ഉൾപ്പെടെയുള്ളവർ ആര്യൻ ജിസേൽ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് എന്നാണെന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആര്യനും അക്ബറും ഒക്കെ ഫൈറ്റ് ചെയ്ത ടാസ്ക്, അതായത് തല മൊട്ടയടിക്കാൻ പറഞ്ഞ ആ ഒരു ഡേയിൽ, അന്ന് ഇവരൊക്കെ ഇത് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവരുടെ ആ ഒരു റിലേഷൻ, ഇവരൊറ്റക്കെട്ടാണ്, അപ്പോൾ ഇവർ തമ്മിലുള്ള ട്രാക്കിനെ കുറിച്ചൊക്കെ ഉള്ള രീതിയിലുള്ള ചെറിയ ചില ഡിസ്കഷൻസ് ഒക്കെ നടന്നിരുന്നു. അതായത് വീട്ടിലെ എല്ലാവർക്കും ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷനിൽ എന്തൊക്കെയോ ഉള്ളതായിട്ട്, എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. വെറും സംശയങ്ങൾ മാത്രമാണ്. നമ്മൾ അന്ന് ആ ഒരു കിറ്റ് അന്വേഷിച്ച് അനുമോൾ ഇവരെ വിളിച്ചുണർത്തുമ്പോൾ പെട്ടെന്ന് ഇവർ ചാടി എണീക്കുമ്പോൾ പലർക്കും തോന്നിയ സംശയം ഉണ്ടല്ലോ, വെറും സംശയം. ഇനി അങ്ങനെയാണോ? നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ബട്ട് ഡൗട്ട്. ഈ സാധനം അവിടെയുള്ള പലർക്കും, അകത്തുള്ള ഒണിയിലടക്കമുള്ള പലർക്കും ഉണ്ടായിരുന്നു. അനുമോൾക്കും അങ്ങനത്തെ ഒരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് എപ്പോഴാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ, വൈൽഡ് കാർഡുകൾ വന്ന ഫസ്റ്റ് ഡേയുടെ എപ്പിസോഡ്, അതായത് മെനഞ്ഞാന്നത്തെ എപ്പിസോഡ് ലാസ്റ്റിൽ അനുമോള്, ഷാനവാസ്, അഭിലാഷ്, ആദില ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. അതായത് മസ്താനി മുഖത്തടിച്ച പോലെ ആര്യൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും പുതപ്പിൻ്റെ അടിയിലെ കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞത് ഇവർ വെളിപ്പെടുത്തുകയാണ്. ആ സമയത്ത് ഷാനവാസ് ശരിക്കും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ അഭിലാഷും അനുമോളും പറയാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പിന്നെ അവരുടെ ലൈഫിനെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ലേ എന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തയാണെന്നുള്ള രീതിയിൽ അനുമോള് ആദ്യമായിട്ട് ഈ മസ്താനി വന്ന് ഇത് പറഞ്ഞപ്പോൾ ആ ട്രാപ്പിലേക്ക് പോയി വീഴാണ്. മസ്താനി ചിലപ്പോൾ അനുമോളെ വീഴ്ത്തണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. മസ്താനി ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന കുഞ്ഞു ഷോർട്ട് വീഡിയോസോ കമൻസോ ഒക്കെ മാത്രം കണ്ടിട്ട് പോയിട്ട് തള്ളി മറിച്ചതാണ് സത്യത്തിൽ. ശരിക്കും ആ കണ്ടതിനപ്പുറം ഒന്നും നമ്മൾ എപ്പിസോഡിലോ ലൈവിലോ ഒന്നും കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ കണ്ടതാണ് പരമാവധി. ഇവരൊന്നിച്ച് കിടക്കുന്നു, ചാടി എണീക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ മസ്താനി ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്. അതായത് ആ വീഡിയോ വെച്ച് ഒരുപാട് നെഗറ്റീവായി, അത് സത്യമാണ്. ഇൻസ്റ്റയിലും FBയിലും ഒക്കെ കുറേ നെഗറ്റീവ് വീഡിയോസും പോസ്റ്റുകളും കമൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഈവൻ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ മസ്താനി ഈ കമൻസ് വെച്ചും കൊണ്ടാണ് അകത്ത് പോയി ഡയലോഗ് അടിച്ചത്. ഇത് കണ്ട് അനുമോൾ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ, ഇവര് പുറത്ത് കട്ടൻ നെഗറ്റീവാണ്, ഈ പറയുന്ന വിഷ്വൽസ് ഒക്കെ നെഗറ്റീവായിട്ടാണ് പുറത്ത് പോയിരിക്കുന്നത്. അപ്പൊ അനുമോൾക്ക് തോന്നി ഇതൊരു നല്ല അവസരമാണ്. ഓൾറെഡി ആര്യനുമായിട്ട് ഉടക്കാണ്, ജിസേലുമായിട്ട് ഉടക്കാണ്, എന്നാ പിന്നെ താൻ അങ്ങ് സാക്ഷിയായി കളയാം. കാരണം എൻ്റെ തൊട്ടടുത്ത ബെഡാണല്ലോ. ഇടയ്ക്കൊക്കെ അനുമോൾ നോക്കുമ്പോൾ പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പൊ അനുമോളുടെ മനസ്സിലും ഈ സംശയം കിടക്കുകയാണ്. അപ്പൊ പുറത്തും ഇത് ചർച്ചയായിട്ടുണ്ട്, മസ്താനിയും പറയുന്നുണ്ട്, വൈൽഡ് കാർഡ് പറയാണ്. എന്നാ പിന്നെ സംഗതി ഉറപ്പിക്കാമെന്ന് അനുമോൾ അങ്ങ് തീരുമാനിക്കുന്നു. അങ്ങനെ അനുമോൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഞാൻ സംഗതി കണ്ടിട്ടുണ്ട്, ഇത് ശൈത്യയ്ക്കും അറിയാം എന്ന് അനുമോൾ പറയുന്നുണ്ട്. ശൈത്യയും കണ്ടിട്ടുണ്ട്, അവളും പറഞ്ഞിട്ടുണ്ടെന്ന് മെനഞ്ഞാന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റിൽ അനുമോൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ ശൈത്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അനുമോൾക്ക് ബിഗ് ബോസ് വീട്ടിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്ന് ശൈത്യമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അതായത് അതിന്റെ കാരണം, ബിഗ് ബോസിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ആ ലിപ്സ്റ്റിക് ഇട്ട ആ ഒരു കേസ് ആദ്യ ദിവസം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് പൊക്കുമ്പോൾ, അങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇട്ട ശൈത്യ എണീറ്റ് എന്ന് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ബിഗ് ബോസ് ഇത് ഇടരുത് എന്ന് ശൈത്യ എണീറ്റ് എന്ന് പറയുകയും അനീഷും ബാക്കിയുള്ള സ്ത്രീ മത്സരാർത്ഥികളും കൂടെ ശൈത്യയെ ഫയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നീ ഇട്ടിട്ട് പിന്നെ ഇടരുതെന്ന് പറഞ്ഞെന്ന് പറയണതിൽ എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫസ്റ്റത്തെ എപ്പിസോഡ് ഒന്ന് പോയി കണ്ടാൽ അത് കാണാം. അതായത് ശൈത്യയുടെ ഒരു ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ശൈത്യ എല്ലാ ക്രൈംസിനും കൂടെ നിൽക്കുവേ, അവസാനം നല്ല പിള്ള ചമയും, പിടിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പിള്ള ചമയും. ആ ലിപ്സ്റ്റിക്കിന്റെ കേസോട്ട് നിങ്ങൾ നോക്കിക്കോ.
ലാലേട്ടൻ വന്നിട്ട് മൊണ്ണകളെന്ന് വിളിച്ച കേസ് പൊക്കിയപ്പോഴും സംഗതി പിടിക്കപ്പെട്ടതോടെ ശൈത്യ പ്ലേറ്റ് മറച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ വേറെന്തോ ദേഷ്യത്തിലിരിക്കുകയായിരുന്നു, ഞാൻ അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തടിയൂരാൻ ശ്രമിച്ചു. സത്യത്തിൽ ശൈത്യയും അതിൽ കേൾക്കുന്നുകൊണ്ട് ശൈത്യ പറയുന്നുണ്ട് എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരണം എന്നൊക്കെ ജിസേലിനെ കുറിച്ച് പറഞ്ഞ ആളാണ്. അപ്പൊ ശൈത്യ അങ്ങനെയാണ് ശൈത്യയുടെ ക്യാരക്ടർ. ഇന്നും സംഭവിച്ചത് അത് തന്നെയാണ്. ശൈത്യ ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പറയുമ്പോൾ കൂടെ എന്ന് പറയുമെങ്കിലും കാര്യം പിടിക്കപ്പെട്ട അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ കൂടെ നിൽക്കൂല. ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ പലർക്കും തോന്നിയ കാര്യമാണ് അനുമോൾക്ക് തോന്നിയത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അനുമോളുടെ പൊട്ടബുദ്ധിക്ക് അനുമോള് ഞാൻ കണ്ടു എന്ന് കയറി എങ്ങ് ഏറ്റു. എങ്ങനെ അതിനെ വിശദീകരിക്കും? അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ എന്ത് കണ്ടു? പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന കണ്ടു കാണും. മനുഷ്യന്മാർ കിടന്ന് ഉറങ്ങുമ്പോൾ നീങ്ങൂലേ? ഇവരെ അടുത്തടുത്തിടുന്ന് സംസാരിക്കുന്ന കണ്ടു കാണും. ഇതൊക്കെ സ്വാഭാവികമല്ലേ? എന്ന് വെച്ച് പുതപ്പിന്റെ അടിയിൽ ഡിങ്കോൾഫിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരു കുന്തവും പറ്റൂല അല്ലേ? പക്ഷെ അനുമോള് എല്ലാം പുറത്തു പോയിട്ടുണ്ട്, എല്ലാവരും കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ബലത്തിന് കയറി അങ്ങ് ഏറ്റതാണ് മെനഞ്ഞാന്നത്തെ എപ്പിസോഡിൽ. അഭിലാഷൊക്കെ എന്ത് ചെയ്തു? ഇതിൽ കയറി നൈസിനെ അങ്ങ് പിടിച്ചു. അതായത് അനുമോള് കണ്ടല്ലോ, അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നീ കണ്ടു? ആടാ ഞാൻ കണ്ടു, ഒരു ആവേശത്തിന് കയറി അങ്ങ് പറഞ്ഞതാ. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്നലത്തെ ദിവസം ഇത് പലയിടത്തായിട്ട് ചർച്ചയായി. മെനഞ്ഞാന്ന് സമ്മതിച്ച അനുവിന് പിന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നായി. അനു ഓക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവസാനം എന്ത് കണ്ടു എന്ന ചോദ്യം വന്നപ്പോ അനു കിസ് അടിച്ചത് കണ്ടു എന്ന് പറഞ്ഞു. അനു ആ പറയുന്ന കണ്ടാൽ തന്നെ അറിയാം അനു കണ്ടിട്ടുമില്ല. അനു പറഞ്ഞത് കള്ളമാണെന്ന് ആ ഫേസില് ആ തപ്പിത്തടയിലും എക്സ്പ്രഷനും കണ്ടാൽ നമുക്ക് അറിയാം. പക്ഷെ മെനഞ്ഞാന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു പോയല്ലോ ഇവരെല്ലാം പറയുന്ന കേട്ടിട്ട്. അപ്പൊ പിന്നെ ഇത് നൂരാൻ പറ്റില്ല. ശൈത്യയെ വിളിച്ചു നോക്കി, ശൈത്യ കൈമലത്തി. അവസാനം പറഞ്ഞു വന്നപ്പോ ഇപ്പൊ ബിഗ് ബോസ് വീട്ടില് ബാക്കി ഈ വിഷയത്തിൽ സംശയിച്ചവരും പറഞ്ഞവരും ഒന്നും കൂടെയില്ല. കണ്ടു എന്ന് പറഞ്ഞ അനുമോളുടെ ഉത്തരവാദിത്തം മാത്രമായി ഇത് തെളിയിക്കുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ജിഷിനും മസ്താനിയും സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ കണ്ടതാ ഇത്രയും മാത്രമാണ് എന്ന് പറഞ്ഞ് തടിയൂരാണ്. അതായത് അവര് പറയുന്നില്ല കിസ് അടിച്ചതാണെന്നോ വേറെന്തെങ്കിലും ചെയ്താണെന്നോ ഒന്നും അവര് പറയുന്നില്ല. ഇത് പറഞ്ഞു വന്നപ്പോ ലാസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ അനുമോൾക്ക് ഇതിൽ ഉറച്ചു നിൽക്കുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനുമോള് ഒരു സാധാരണ ആർട്ടിസ്റ്റാണ്. ബിഗ് ബോസ് ഗെയിം എന്താണെന്നോ എങ്ങനെ കളിക്കണമെന്നോ ചുക്കോ ചുണ്ണാമ്പോ അറിഞ്ഞുകൂടാതെ അതിനകത്ത് കയറിപ്പോയതാണ്. അനുമോളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടന്റ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ലാലേട്ടൻ വന്ന ആഴ്ചയിൽ അനുമോളെ എടുത്തിട്ട് കൊടയുന്നുണ്ടല്ലോ. അപ്പൊ അനുമോള് പറയുന്നത് എന്താണ്? ഇത്രയും പൈസയൊക്കെ തന്ന് അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ, അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും കണ്ടന്റ് കൊടുക്കുമ്പോൾ എന്റെ അടുത്ത് ബിഗ് ബോസിന് നന്ദി വേണ്ടേ എന്നാണ് അനുമോള് ചോദിക്കുന്നത്. ഇതൊരു റിയാലിറ്റി ഷോ ആണെന്നും ഇതിൽ വേണ്ടത് റിയൽ കണ്ടന്റുകളാണെന്നും കാട്ടിക്കൂട്ടലുകളല്ല എന്നും ഇത് ജീവിതം വച്ചുള്ള കളിയാണെന്നും ഒക്കെ മനസ്സിലാക്കി വേണമായിരുന്നു കളിക്കാൻ. അതിലൊക്കെ ഉപരിയായിട്ട് ജിസേലിനോട് എന്തോ കാരണത്താൽ തോന്നുന്ന ഒരു അസൂയയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശത്രുതയാണോ എന്നറിയില്ല. ഈ കാരണം എപ്പോഴും അനുവിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തികട്ടി വരും. ഒരു പക്ഷെ ആര്യനുമായിട്ടൊരു കോംബോ ഗെയിം കളിക്കണമെന്നൊക്കെ അനുമോൾ ആഗ്രഹിച്ചു കാണും, ഒരു ഫ്രണ്ട്ലി ആയിട്ടോ ബ്രദർ സിസ്റ്റർ ആയിട്ടോ ഒരു ഗെയിം. പക്ഷെ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ജിസേലാണെന്ന് അനുമോൾ കരുതുന്നുണ്ടാവാം. അതും ഒരു പക്ഷെ അനുമോളിന് ഈ ഒരു കലിപ്പ് തോന്നുന്നതിന് ഒരു കാരണമായിരിക്കാം. അപ്പൊ അനുമോളുടെ കുഞ്ഞുബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ആന മണ്ടത്തരങ്ങളും 8ന്റെ പണിയുമായിട്ട് അനുമോളുടെ നേരെ വരുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അനുമോൾ ഇതിൽ ട്രാപ്പിൽ പെട്ടുപോയതാണ്. എന്ന് വെച്ചാൽ വലിയ ആവേശത്തിന് കയറി ഞാൻ കണ്ടു എന്നങ്ങ് തള്ളി. ബാക്കിയുള്ളവരെ കണ്ടോ? അപ്പൊ എല്ലാവർക്കും ആകാംക്ഷ കൂടി, അപ്പൊ എന്തൊക്കെയോ ഉണ്ട് എന്ന് അവരും അങ്ങ് ഉറപ്പിച്ചു. എല്ലാവരും കൂടെ ഇതിനെ പുകച്ചു കൊണ്ടുവന്നപ്പോ നെവിൻ എന്ത് ചെയ്തു? ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച് ഇതിന് കളമൊരുക്കി അങ്ങ് കൊടുത്തു. നെവിനാണ് കളമൊരുക്കി കൊടുത്തത്. സത്യത്തിൽ അത് നെവിന്റെ ഗെയിം. എല്ലാവരും ചേർന്ന് അവസാനം പറഞ്ഞു വന്നപ്പോ ഇവിടെ എക്സ്പോസ്ഡ് ആയത് അനുവാണ്. എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഇത് തെളിയിക്കേണ്ട ബാധ്യതയും അനുവിന്റെ തലയിലേക്ക് വന്ന് വീഴുകയുമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം. എന്ന് വെച്ചാൽ ഈ ഒരു സാധ്യതയും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ആകണമെന്നുമില്ല, പല സാധ്യതകളുണ്ട്. അതിൽ ഒരു സാധ്യത ഇങ്ങനെയാണ്: ആവേശത്തിന്റെ പുറത്ത് കയറി അങ്ങ് ഏറ്റു, വലിയ ആളായിട്ട് ഞാൻ കണ്ടു എന്നൊക്കെ അങ്ങ് തള്ളി, അവസാനം ട്രാപ്പിലായതും ആകാം. അപ്പൊ നമ്മൾ എല്ലാ വിഷയങ്ങളും സംസാരിക്കണമല്ലോ, മനഃപൂർവ്വം ചെയ്തതായിരിക്കത്തില്ല, പെട്ടുപോയതുമാകാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.